നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായതോടുകൂടി ഇടതുപക്ഷത്തെ വിമതപക്ഷവും അതല്ലാതെ ഇടതുപക്ഷത്തെ നഖശികാന്തം എതിർക്കുന്നവരും പറയുന്ന ഒരു കാര്യമാണ് പിണറായിയാണ് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് പിണറായി നേതൃസ്ഥാനത്ത് നിന്ന് മാറണം, പിണറായിയെ മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രതിപക്ഷത്തേക്കായിരിക്കണം പോകണം എന്നുള്ളത്. പക്ഷേ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വരുന്നതാണ് എല്ലാവരും കണ്ടത്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുകയും ചെയ്തു, ഇത് എങ്ങനെ സംഭവിച്ചു? ഈ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ലാത്തതുപോലെ ഈ വാർത്ത പടച്ചുവിടുന്നവരൊക്കെ എന്തറിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നത് എന്നുള്ള ചോദ്യം പോലും ഇതിനിടയിൽ ഉയർന്നു വന്നു. എന്തായാലും പിണറായി തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വരികയും ചെയ്തു. പിണറായിക്കല്ലാതെ മറ്റാർക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കും എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. KN ബാലഗോപാലിന്റെ പേരും ഒക്കെ ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ ശോഭിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആശങ്ക 10 വർഷം നീണ്ടു നിന്നതിന് ശേഷമാണ് അധികാരത്തിലേക്ക് UDF വരുന്നത്. അവരെ തടുത്തു നിർത്താനും അവരുടെ ചോദ്യശരങ്ങൾക്കും അവർ പറയുന്ന കാര്യങ്ങൾക്കും ഒക്കെ കൃത്യമായി മറുപടി പറയാൻ കഴിയുമോ എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ വലിയൊരു ആശങ്കയാണ്. അപ്പോൾ അതിനെയെല്ലാം നെഞ്ചു നിവർത്തി നിന്ന് തടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പിണറായി വരണമെന്ന് മറ്റൊരു പക്ഷവും പറഞ്ഞു. എന്തായാലും ഇപ്പോൾ വരുന്ന വാർത്തകളും പിണറായിക്ക് അത്ര സുഖകരമായിട്ടുള്ളതല്ല. പിണറായിക്കെതിരെ പാർട്ടിയിൽ വലിയ വിമർശനങ്ങളും പിണറായി മാറണം എന്നുള്ള ആവശ്യവും പിണറായിക്കെതിരെ തന്നെ ഒരു കുറുമുന്നണി പോലും പാർട്ടിക്കുള്ളിൽ ഇടതുപക്ഷത്തിനുള്ളിലൊക്കെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ മുൻപിൽ നിൽക്കുന്നത് MA ബേബി ആണ് എന്നുള്ളതും വാർത്തകളിൽ വരുന്നുണ്ട്. MA ബേബി എന്തിനെ ചെയ്തു? പിണറായിയും MA ബേബിയും തമ്മിലുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും AKG സെന്ററിലും നിയമസഭയിലുമെല്ലാം പ്രതിപക്ഷ ബെഞ്ചുകളിലുമെല്ലാം പിണറായിക്കെതിരെ ഒരു ആത്മരോഷത്തോടുകൂടി പലരും പ്രതികരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ വിമത നീക്കങ്ങൾ എവിടെ വരെ പോകുമെന്നുള്ളതാണ് ഇടതുപക്ഷത്തെ തന്നെ മറ്റൊരു പക്ഷം നോക്കിയിരിക്കുന്നത്. നമുക്കറിയാം, VD സതീശന്റെ നേതൃത്വത്തില് കോൺഗ്രസ് സർക്കാർ UDF ഭരണം പിടിച്ചെടുത്തതോടുകൂടി CPM-ന്റെ അടിത്തറ ഇളകി എന്നുള്ളൊരു നറേറ്റീവ് വരുന്നുണ്ട്. എന്നാൽ CPM-ന്റെ അടിത്തറ ഇളകിയിട്ടുണ്ടോ? അതായത് പാർട്ടി വോട്ടുകൾ ഇപ്പോഴും അത്രത്തോളം തന്നെ നിലനിൽക്കുന്നില്ലേ എന്നുള്ള കാര്യങ്ങളുമൊക്കെ വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും പാർട്ടി പൂർണ്ണമായിട്ടും അങ്ങ് നശിഞ്ഞു പോയിട്ടില്ല എന്നുള്ളത് ഒരു പക്ഷം വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. വരാനിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിലെല്ലാം കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എടുക്കുന്ന നിലപാടുകൾ പിണറായിയുടെയും ഗോവിന്ദന്റെയും ഒക്കെ രാഷ്ട്രീയ ഭാവി നിശ്ചയിച്ചേക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇത്രയും കാലം പിണറായി പറയുന്നത് കേട്ട് ഓച്ചാനിച്ച് നിൽക്കുകയും പിണറായിക്ക് മറുത്തൊരു ഉത്തരം കൊടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ള ഒരു വലിയ തെറ്റ് ഈ പാർട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട് പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇവർ കൊണ്ടുവന്നു എന്നുള്ളതിനും ഇപ്പോൾ വിമതപക്ഷമായിരിക്കുന്നവർ കൂടി ഉത്തരം പറയേണ്ടതാണ്. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് ആക്കിയതിനു ശേഷം മാറ്റുകയല്ല, അദ്ദേഹത്തെ ആക്കാതിരിക്കുകയായിരുന്നു അതിന്റെ ഏറ്റവും വലിയൊരു മര്യാദ എന്ന് പറയുന്നത്. എന്തായാലും ഭരണം പോയതോടുകൂടി പാർട്ടിയെ രക്ഷിച്ചെടുക്കേണ്ട കടമ തങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് പുതിയ തിരുത്തൽവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതിന് പറയപ്പെടുന്ന പേരുകൾ, ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നവരുടെ പേരുകൾ ഏതാണ്ട് P രാജീവ് ഉണ്ട്, M സ്വരാജ് ഉണ്ട്, KN ബാലഗോപാൽ എന്നിവരൊക്കെ ഉണ്ട്. ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിണറായിയോട് സംസാരിച്ച രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. പിണറായി തന്നെ സത്യത്തിൽ അന്തം വിട്ട് നോക്കുന്നുണ്ട്. അത് മത്സ്യത്തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിന് ഷിബു ബേബി ജോണിന്റെ ഒരു സംസാരവുമായി ഉണ്ടായിരുന്ന ഒരു വിഷയത്തിന് KN ബാലഗോപാൽ അത് നെഞ്ചിൽ തറച്ചു എന്നുള്ള വണ്ണം അവിടെ നിന്ന് പെട്ടെന്ന് ക്ഷോഭിക്കുകയാണ് ചെയ്തത്. അതിനിടയിലാണ് പിണറായി പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള കാര്യം പോലും മറന്നുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നീക്കം നടന്നത്. സത്യത്തിൽ അത് പാർട്ടിക്ക് മങ്ങലേൽപ്പിച്ചു എന്ന് ചോദിച്ചാൽ അത് മങ്ങലേൽപ്പിച്ചു എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. അങ്ങനെ ആയിരുന്നില്ല KN ബാലഗോപാൽ പെരുമാറേണ്ടിയിരുന്നത്. എന്തെങ്കിലുമൊക്കെ പറയുന്നേ എന്നുള്ളതല്ല, എന്തെങ്കിലും പറയാൻ ആർക്കും കഴിയും. കാര്യമായിട്ടുള്ള കാര്യം പറയാൻ കഴിയണം. അപ്പോഴും അതിനെ എതിർക്കാൻ
കെ.എൻ. ബാലഗോപാൽ എന്ന് പറയുന്ന നേതാവിന് അല്ലെങ്കിൽ MLA-ക്ക് ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയല്ലേ? എന്തുകൊണ്ട് അതിനെ ആശയം കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ കൊണ്ട് എതിർക്കാൻ കഴിഞ്ഞില്ല? വെറുതെ വായിൽ തോന്നുന്നത് വിളിച്ചു കൂവി വലിയ വിഷയങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഇടമല്ല നിയമസഭ എന്നുള്ളത് കെ.എൻ. ബാലഗോപാൽ മറക്കരുത്. കൂടാതെ പിണറായി തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്നുള്ളതും മറന്നു പോകരുത്. ഇനി ഈ മുൻനിരയിൽ ഇവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പിൻനിരയിൽ ആരൊക്കെ ആയിരിക്കും? അതായത് പിന്നിലിരുന്നു കൊണ്ട്, അണിയറയിലിരുന്നു കൊണ്ട് പിണറായിക്കെതിരെ ചുക്കാൻ പിടിക്കുന്നത് ആരായിരിക്കും എന്നുള്ള അനുമാനങ്ങളും ഒക്കെ വരുന്നുണ്ട്. EP ജയരാജൻ, P ജയരാജൻ, PK ശ്രീമതി തുടങ്ങി കണ്ണൂരിലെ തന്നെ പിണറായിയുമായി ഇടഞ്ഞു നിൽക്കുന്ന വലിയൊരു നിര തന്നെ ഇതിന് പിന്നിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ പുതിയൊരു ചേരിക്കൊപ്പം ഉണ്ട് എന്നാണ് പറയുന്നത്. കൂടാതെ പുത്തലത്ത് ദിനേശനെ പോലുള്ളവരും ഇപ്പോൾ, അതായത് പുത്തലത്ത് ദിനേശൻ വളരെ കൃത്യമായിട്ട് പാർട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ആ തുറന്നു പറച്ചിലിനെ അംഗീകരിക്കുക എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് ആയിട്ടുള്ള പിണറായി അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അത് പിണറായി വിജയൻ അംഗീകരിക്കാത്തത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെ പറയേണ്ടി വരും. വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുകയും അതിനെ തിരുത്തുകയുമാണ് ഒരു പാർട്ടി മുന്നോട്ട് പോകാൻ വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു നിലപാട്. അവിടെ അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്തായാലും പിണറായിക്ക് പറ്റുന്ന ഒരു പ്രശ്നവും. അതിനെയാണ് ഇത്തരത്തിലുള്ള ആളുകൾ മുതലെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഭരണം നഷ്ടപ്പെട്ടിട്ടുള്ള പശ്ചാത്തലത്തില് പാർട്ടിയിൽ അടിമുടി ഒരു അഴിച്ചുപണി വേണം, അതിനായി പ്രത്യേക പ്ലീനമൊക്കെ വിളിക്കണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. എന്നാൽ പ്ലീനം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായിക്ക് തന്നെ അറിയാം പിണറായിയുടെ കാര്യം പരുങ്ങലിൽ തന്നെ ആകും. കാരണം ഒരു വലിയ പക്ഷം പിണറായിക്കെതിരെ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ പ്രതിപക്ഷ നേതാവല്ലേ. ഇനിയിപ്പോ അതായത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴുള്ള ഒരു ഇതൊന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അപ്പോ പിണറായിക്കെതിരെ ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്കെതിരെ എന്തെല്ലാം ചെയ്യുമെന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ CPM-ൽ നടക്കുന്നത്. ഭരണമുള്ളപ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ മടിച്ചിട്ടുള്ള ആളുകളെല്ലാം ഇന്ന് ഭരണം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിണറായിക്കെതിരെ തിരിയുകയാണ്. അങ്ങനെ ആയിരുന്നില്ല CPM പോലുള്ള ഒരു പാർട്ടിക്കുള്ളിൽ നടത്തേണ്ടുന്ന തിരുത്തൽ എന്നുള്ളത് എല്ലാവരും പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പിണറായി വളരെ തന്ത്രപരമായിട്ട് ഇതിനെ വിപുലീകൃതമായിട്ടുള്ള ഒരു സംസ്ഥാന സമിതിയിലേക്ക് ചുരുക്കിയാണ് ഇതിനെ അതായത് പ്ലീനം നടത്താനുള്ള നിലപാടിനെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തെ മാറ്റി എഴുതിയത്. അവിടെയും പിണറായിക്ക് തന്നെയാണ് വിജയമുണ്ടായത്. തോൽവിക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ ഓരോന്നായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. തളിപ്പറമ്പിലാണെങ്കിൽ കീഴ്ഘടകങ്ങളൊക്കെ അപ്പാടെ അവഗണിച്ച് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്ക് സീറ്റ് നൽകിയത് ഒരു വലിയ വിഷയമായി, വലിയ പൊട്ടിത്തെറി തന്നെയായിട്ട് അവിടെ മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ജില്ലാ കമ്മിറ്റി തുറന്നടിക്കുകയും സംസ്ഥാന നേതൃത്വം ഇത് ശരിവെക്കുക കൂടി ചെയ്തതോടുകൂടി ഗോവിന്ദൻ ആപ്പിലായി. ഗോവിന്ദൻ ആപ്പിലായത് സത്യത്തിൽ ഒരു വിഷയമാണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ കൃത്യമായ കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളത് സംശയകരമാണ്. പാർട്ടിയെ തിരുത്തേണ്ടപ്പോൾ തിരുത്തുകയും പാർട്ടി പോകേണ്ട രീതിയിൽ അതിനെ കൊണ്ടുപോകാനും കഴിയാത്ത ഒരാൾ ഇതിന്റെ തലപ്പത്ത് വന്നിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് MV ഗോവിന്ദൻ എന്ന് പറയുന്ന സഖാവ്. എന്തായാലും ഗോവിന്ദനെതിരെ വലിയ നീക്കങ്ങൾ നടന്നു. അതിന് പിന്നിലും MA ബേബിയാണ് എന്നാണ് പറയുന്നത്. ഇനി മലപ്പുറത്ത് നടന്നിട്ടുള്ള EMS സെമിനാറിലും സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അവിടെ തോൽവിയിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തലുകളൊക്കെ ജനറൽ സെക്രട്ടറി തുറന്നു പറഞ്ഞപ്പോൾ പിണറായിയും ഗോവിന്ദനും ഒക്കെ അത് അപ്പാടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ തള്ളിക്കളയലാണ് പ്രശ്നവും. ആ തള്ളിക്കളയനെ തിരിച്ച് കൊണ്ടുവരികയാണ്, അതായത് അതിന് മറുപടി കൊടുക്കുകയാണ് ഇവർ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം. വ്യക്തിപരമായിട്ടുള്ള വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല, സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് എന്നുള്ളതായിരുന്നു ഇവരുടെ ന്യായീകരണം. നമുക്കറിയാം അത്യാവശ്യ രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കുന്ന ഏതൊരു കൊച്ചുകുട്ടിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇത്തവണ LDF-ന് എന്താണ് സംഭവിച്ചത്, CPM-നുള്ളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ എന്താണ്, പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ എന്താണ്, മുഖ്യമന്ത്രി ആയിരിക്കെ പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന വീഴ്ചകൾ എന്താണ്. ഒരു അത്യാവശ്യം പരിജ്ഞാനമുള്ള ആരോട് ചോദിച്ചാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരോട് ചോദിച്ചാലും ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരും എന്നുള്ളത് ഇരിക്കെ ഇവര് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് വീണ്ടും വീണ്ടും വീണ്ടും
പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ഇത്തരത്തിൽ തരം താഴുന്നത് എന്നതാണ് ചോദിക്കേണ്ടത്. എന്തായാലും ഭരണം നഷ്ടപ്പെട്ട് പ്രതിപക്ഷത്തായി നിയമസഭയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ പോലും മുൻ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ തമ്മിലുണ്ടായിട്ടുള്ള ഒരു പോര് എന്ന് പറയുന്നത് പോലും ഒരു തരത്തിൽ പിണറായിയോട് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും പെരുമാറാം എന്നുള്ളൊരു ധാരണ ഇവർക്കുള്ളിൽ വന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ്. അതല്ലാത്ത സമയത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു നീക്കത്തിന് KN ബാലഗോപാൽ മുതിരുമായിരുന്നോ എന്നുള്ളതും നമ്മൾ ചോദിക്കേണ്ട അറിയേണ്ടുന്ന ഒരു കാര്യമാണ്.